മലയാള സിനിമ തുടർച്ചയായിട്ട് ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇപ്പോൾ. അപ്പോൾ ആ ഹിറ്റുകളിലേക്ക് ഒരു പ്രതീക്ഷയോട് കൂടെ വരുന്ന മറ്റൊരു സിനിമയാണ് പൃഥ്വിരാജും അതേപോലെ ബ്ലെസ്സിയും കൂടെ ഒന്നിക്കുന്ന ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ മാർച്ച് 28-ാം തീയതിയാണ് ആ ഒരു സിനിമ റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു സിനിമ ബെന്യാമിൻ്റെ നോവലാണ് ആടുജീവിതം എന്ന് പറഞ്ഞത്. അതൊരു റിയൽ സ്റ്റോറിയാണ്, ഒരു റിയൽ ലൈഫ്. നജീബ് എന്ന് പറഞ്ഞ ഒരാളുടെ റിയൽ ലൈഫാണ് ശരിക്കും ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റുകളും നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തോട്ടും എല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. പല ആൾക്കാരും അത് ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ച് തീർത്തിട്ടുണ്ട് ആ ഒരു നോവല്. അപ്പോൾ ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഈ ഒരു സിനിമ വരുമോ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം. ഓ, രക്ഷയില്ലാട്ടോ, മരുഭൂമി വിഷ്വൽ റൊമാൻസ്. ഓ മാൻ, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സർവൈവൽ ത്രില്ലറാണ് കേട്ടോ അത്. ഓ, കിടിലൻ ഷോട്ട് കേട്ടോ ഈ വെള്ളത്തിലുള്ളത്. പൃഥ്വിരാജ് സുകുമാരൻ ഈ ഒരു ലുക്ക് അവർ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ. സുനിൽ കെ എസ് സിനിമാറ്റോഗ്രാഫി. The God Life. Oh. अंदर से कोई बाहर ना जा सके. ഓ, ട്രെയിലർ കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, കിടില സാധനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് തമിഴിലും പിന്നെ അതേപോലെ കന്നഡ, തെലുങ്ക്, ഹിന്ദി, മലയാളം ഇത്രയും ലാംഗ്വേജിലാണ് റിലീസ് ചെയ്യുന്നത് തോന്നുന്നത്. കാരണം ഇതിനകത്ത് അത്രയും ലാംഗ്വേജുകൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു അഡ്വഞ്ചർ ത്രില്ലർ ഈ ഇപ്പോൾ വന്നിട്ട് സകല തിയേറ്ററുകളും തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ തമിഴ്നാട്ടിൽ മൊത്തം. ആ ഒരു കൂട്ടത്തിലേക്കുള്ള അതിനെ കവച്ചു വെക്കുന്ന മറ്റൊരു സാധനം ആവുമോ എന്നറിയില്ല ഇത്. കാരണം ട്രെയിലറിൽ എഴുതി കാണിക്കുന്നുണ്ട് അഡ്വഞ്ചർ സ്റ്റോറിയാണ് അല്ലെങ്കിൽ സർവൈവർ ത്രില്ലർ ആണെന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, ഷോട്ടുകൾ ഒരു രക്ഷയില്ല. ഈ മരുഭൂമി കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറച്ച് ഷോട്ടുകൾ, ആദ്യം തന്നെ ഒരു മരീചിക പോലൊരു, മരീചികല്ല എന്താ പറയുക, ഒരു ആ ഫസ്റ്റത്തെ ഷോട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഈ പൃഥ്വിരാജിൻ്റെ ലുക്ക് എന്തൊരു മേക്ക് ഓവറല്ലേ പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. എൻ്റെ മോനെ, എക്സ്പെക്റ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് വേറെ റേഞ്ചിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ നോവലില് പുള്ളിക്കാരനെ സഹായിക്കുന്ന ഒരാളല്ല, കുറച്ച് കഴിഞ്ഞാൽ കണ്ടുമുട്ടുന്ന ഒരാളുണ്ടല്ലോ, ഒരു പിന്നെ കുറേ സമയം പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ അതൊരു ജിന്നാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഈ നോവലിനകത്ത്. ക്യാരക്ടർ അല്ല, റിയൽ ലൈഫ് സ്റ്റോറിയിലുള്ളൊരു സംഭവമാണ്. ആ ആളാണെന്ന് തോന്നുന്നു ഇതിനകത്ത്, ഈ ഒരു ട്രെയിലറിനകത്ത് രണ്ടാമതൊരു ക്യാരക്ടറിനെ കൂടെ കാണിക്കുന്നുണ്ട്. അത് ആ ആളാണെന്നാണ് തോന്നുന്നത്. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ ഇതിനെ മുന്നേ ഇത്തരം നോവലുകളൊക്കെ ഒരുപാട് സിനിമകളായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബാല്യകാല സഖി, മതിലുകളൊക്കെ നോവലുകളാണ്, അതൊക്കെ സിനിമ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നീർമാതളം പൂത്ത കാലം, ആമി എന്ന് പറഞ്ഞൊരു സിനിമയായി. അപ്പം അതിലൊക്കെ വന്നിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നോവല് വായിക്കുന്ന അത്രയും ഒരു ഫീല് ഈ സിനിമ കാണുന്ന സമയത്ത് കിട്ടിയില്ല എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ, അത്തരം റിവ്യൂസ് ഒരുപാട് വന്നായിരുന്നു ഈ സിനിമയൊക്കെ റിലീസായ സമയത്ത്. അപ്പം ആ ഒരു സാധനം ഇതിലുണ്ടാവോ എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവം. അതായത് ഈ നോവലിൽ നമുക്ക് നോവൽ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പലപ്പോഴും അത് അസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറയുന്ന സമയത്ത് അപ്പം നമുക്കത് ഭയങ്കര പേഴ്സണലായിട്ട് തോന്നുക, നമുക്ക് അതിനോട് നമ്മൾ നന്നായിട്ട് ഇഴുകി ചേരുകയും ചെയ്യും.
അതാണ് ഈ നോവലുകൾ വായിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഇപ്പം എനിക്കൊക്കെ MTന്റെ ഒക്കെ നോവലുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഭാരതപ്പുഴയും അങ്ങനത്തെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പല നോവലുകൾ വരിക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ജനിച്ചു വളർന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ, ഞാൻ കാണാൻ കേൾക്കൊക്കെ ചെയ്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു നോവല് ആടുജീവിതം ഞാൻ ഫസ്റ്റ് വായിച്ച സമയത്ത്. നമ്മളിപ്പോ ഈ മരുഭൂമിനെ കുറിച്ചുള്ള കഥകളും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുടെ കഥകള്, വെള്ളം തേടി അലയുന്ന കഥകള്, അതേപോലെ തന്നെ ഈ ആട് മേക്കാൻ പോയിട്ടുള്ള ദുരിത ജീവിതങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. നമ്മളത് കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ പല ഇമേജസും പിക്ചറുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ നോവൽ വായിച്ചപ്പോൾ ഞാൻ അതുമായിട്ട് ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടാവും ഇത് വായിച്ച ആൾക്കാരുടെ ഉള്ളിൽ. അപ്പോൾ ഇതൊരു സിനിമയാവുമ്പോൾ എത്രത്തോളം ആ കണക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറേ ഉണ്ട്. ഒരു ആട്ടിൻകുട്ടീനോട് ഒരു പുള്ളിക്കാരന് തോന്നുന്ന സ്നേഹം തൻ്റെ മകനുമായിട്ട് അതിനെ അസോസിയേറ്റ്, അതിനെ കണക്ട് ചെയ്യുന്ന കുറേ ഇൻസിഡൻറ്റുകൾ അതിനകത്തുണ്ടല്ലേ. അതേപോലെ പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആടിനെ നോക്കുന്ന ഒരാള്, ആ ആളുടെ രൂപം ബെന്യാമിൻ ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്തിലൂടെ. അപ്പോൾ അതൊക്കെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ ഈ നജീബിനെ മരുഭൂമിയിൽ രക്ഷിക്കുന്ന ആ ഒരു മനുഷ്യൻ, നജീബ് എന്താ പറയുക, അതൊരു ജിന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ ഞാനൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് ബ്ലെസ്സി കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ, ബ്ലെസ്സി പോർട്രേ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ എത്രത്തോളം അസോസിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ആകാംക്ഷ എനിക്ക് നന്നായിട്ടുണ്ട് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ. ഈ ട്രെയിലർ കണ്ടപ്പോൾ എൻ്റെ ആകാംക്ഷ കുറച്ചും കൂടെ കൂടി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മൾ ആ ഓരോ സീനും നമ്മളിങ്ങനെ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഓരോ സീന് കാണുമ്പോഴും നമ്മൾ ആ നോവലിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അന്ന് വായിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്ന, നമ്മുടെ മനസ്സിൽ കണ്ട ആ ചിത്രമായിട്ട് നമ്മളിതിങ്ങനെ എത്രത്തോളം ഇത് ഇഴുകി ചേരും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉള്ളത്. അപ്പോൾ വിചാരിക്കുന്നു ഇത് അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ഈ ഒരു സിനിമ തരാൻ പറ്റുമെന്നുള്ളത്. അതേപോലെ ഇന്നിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്താ പറയുക, മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഹിറ്റ് അടിച്ചുകൊണ്ട് സകല തിയേറ്ററും എന്താ പറയുക ഫില്ലായിക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ തമിഴ്നാട്ടിലെ ECRലുള്ള മായാജാൽ എന്ന് പറഞ്ഞ തിയേറ്ററിൽ 16 സ്ക്രീനിൽ 8 സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് ആണ്. അതും ഒരു സർവൈവൽ ത്രില്ലറാണ്. അതുപോലെ ഇതും ആഘോഷിക്കപ്പെടുമോ, ഇതും അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഹോളിവുഡ് സിനിമകളാണ്. പ്രീ പ്രൊഡക്ഷൻ ഒരുപാട് സമയമെടുത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പല ഹോളിവുഡ് സിനിമകളും ഇറങ്ങാറ്. അതേപോലെ തന്നെ ഈ ഒരു സിനിമന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബ്ലെസ്സി ഈ 2008 തോന്നുന്നു ഈ ഒരു നോവൽ റിലീസ് ചെയ്തത് മുതൽ തന്നെ ഇത് സിനിമയാക്കണം എന്നുള്ള ഒരു ചർച്ചകൾ അന്ന് മുതലേ ഉള്ളതാണ്. അപ്പൊ ഏകദേശം 10 വർഷത്തെ ഒരു ടൈം ഇതിന് വേണ്ടിയിട്ട് ബ്ലെസ്സി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ, പുള്ളിക്കാരൻ തടി കുറച്ചതും അങ്ങനെ ഒരുപാട് റിസ്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് ശേഷം പൃഥ്വിരാജ് വീഡിയോ കോളിൽ വരുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ രൂപം കണ്ടതിനെ കുറിച്ചൊക്കെ മല്ലിക സുകുമാരനാണെന്ന് തോന്നുന്നു, അമ്മയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതേപോലെ തന്നെ മരുഭൂമിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഇന്ത്യാന ജോൺസ് പറഞ്ഞ ചില സിനിമകളിലൊക്കെ നമ്മൾ ഈ മണൽക്കാറ്റടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത്തരം സീനുകളൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട്, എത്രത്തോളം വർക്കായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് 28-ാം തീയതി കാണാം.